Hello everyone, look at the screen. എന്താണ് ഇതൊക്കെ? കുറേ അനിമേഷൻസ്, ഗെയിംസ്, ഗെറ്റിംഗ് സ്കോർ. യെസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത് തന്നെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ കോഡിംഗ് ഉപയോഗിച്ച് ഗെയിംസ്, അനിമേഷൻ, കാർട്ടൂൺ, സ്റ്റോറീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് നമുക്ക് പഠിക്കാം. നമുക്കറിയാം കിഡ്സ് കോഡിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കര ബിസിനസ്സായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് പൈസയൊന്നും ചിലവില്ലാണ്ട് ഫ്രീ ആയിട്ട് കോഡിങ് പഠിപ്പിക്കുന്ന ഒരുപാട് ഓൺലൈൻ സൈറ്റ്സ് അവൈലബിൾ ആണ്, ഒരുപാട് ട്യൂട്ടോറിയൽസ് അവൈലബിൾ ആണ്. അതിലൊന്നാണ് MITയുടെ സ്ക്രാച്ച് എന്ന് പറയുന്നത്. ഇതിൽ ബ്ലോക്ക് ബേസ്ഡ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഈസിയാണ് പഠിക്കാൻ വേണ്ടി. കുട്ടികൾക്കൊക്കെ ഭയങ്കര കളർഫുള്ളും ആണ്, അതിൻ്റെ ലോജിക്ക് പെട്ടെന്ന് അവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നതും കൂടിയാണ്. അപ്പോൾ ഇത് പഠിച്ചു തുടങ്ങാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ടൈപ്പ് ചെയ്യുക scratch.mit അല്ലെങ്കിൽ MIT സ്ക്രാച്ച് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം വരുന്ന തന്നെ സ്ക്രാച്ചിൻ്റെ വെബ്സൈറ്റ് ആയിരിക്കും. അത് ഓപ്പൺ ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കിട്ടും. ഇതിൽ ഏറ്റവും ടോപ്പിൽ കാണുന്ന ക്രിയേറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് വരുന്നതായിരിക്കും. ഇങ്ങനെയാണ് നമ്മുടെ സ്ക്രാച്ചിൻ്റെ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു വിൻഡോസ് ഓപ്പൺ ചെയ്താൽ വരിക. ഇതിൽ കുറച്ച് കാര്യങ്ങൾ ബിഗിനേഴ്സിന് അറിയാൻ വേണ്ടിയിട്ടുണ്ട്, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. മേലെ കാണുന്ന കോഡ്, കോസ്റ്റ്യൂം, സൗണ്ട്സ്, അങ്ങനെ 3 ബ്ലോക്സ് ഉണ്ട്. അതെന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. പിന്നെ നമുക്ക് കാണാം കുറച്ച് ഒരു വലിയൊരു വർക്ക് ഏരിയ, പിന്നെ ഒരു കുഞ്ഞ് പൂച്ചക്കുട്ടിയുടെ ഒരു ക്യാരക്ടർ അതിനകത്ത് കാണാം. അതാണ് സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ഈ സ്റ്റേജിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ ഈ കോഡ് ചെയ്യുന്നത് അതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ആ സ്റ്റേജിൽ കാണാം. അതുകൊണ്ട് തന്നെയാണ് ആ സ്പ്രൈറ്റ് എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നതെന്നുള്ളത് അവിടെ കാണാം. അതുകൊണ്ട് സ്റ്റേജ് എന്ന് പറയുന്നു. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഈ സ്പ്രൈറ്റ്, അതായത് ആ ക്യാരക്ടർ എന്താണോ അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് വരയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇൻബിൽട്ടായിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സ് ഇവിടെ ഉണ്ട്, അത് സെലക്ട് ചെയ്യാൻ പറ്റും. പല ടൈപ്പിലുള്ള ക്യാരക്ടേഴ്സ് ഇവിടെ ഉണ്ട്, അത് നമുക്ക് സെലക്ട് ചെയ്യുകയും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പൂച്ചക്കുട്ടിയുടെ സ്പ്രൈറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു മാച്ചിങ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടി സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ഈ സ്പ്രൈറ്റിന് വേണ്ടിയിട്ട് കോഡ് ഉണ്ടാക്കാൻ പോകലാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അതിന് മുന്നേ നിങ്ങൾ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ കുറച്ച് കളർഫുള്ളായിട്ടുള്ള സർക്കിൾസ് കാണുന്നുണ്ടാവും. ഇത് ഓരോരോ കാറ്റഗറീസാണ്. മോഷൻ റിലേറ്റഡ് ബ്ലോക്സ്, ലുക്സ് റിലേറ്റഡ്, സൗണ്ട് റിലേറ്റഡ്, അങ്ങനെയൊക്കെ ഉണ്ട്. അതിൽ നമുക്ക് ആദ്യം വേണ്ടത് ഈവൻ്റ് ആണ്. എന്താണ് നമ്മൾ ഉണ്ടാക്കുന്ന ഈവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ കാണുന്ന ഈ ഫ്ലാഗ് ക്ലിക്ക് ചെയ്താൽ ഈ പ്രോഗ്രാം വർക്ക് ചെയ്യണം. അത് നമുക്ക് സ്റ്റേജിൽ ഔട്ട്പുട്ട് കാണാം. അപ്പോൾ ഞാനിപ്പോൾ മോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാറ്റഗറിയിൽ നിന്ന് ഒരു ബ്ലോക്സ് എടുത്തു, മൂവ് 10 സ്റ്റെപ്സ് എന്നുള്ള. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പ്രൈറ്റ് 10 കോർഡിനേറ്റ് എക്സ് ആക്സിസിൽ 10 സ്റ്റെപ്സ് മുന്നോട്ട് പോകണം. അങ്ങനെയാണ് കോഡിൻ്റെ മീനിങ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വേറൊരെണ്ണം കൂടി കോസ്റ്റ്യൂം, നെക്സ്റ്റ് കോസ്റ്റ്യൂം എന്നുള്ളൊരു ബ്ലോക്കും കൂടി ഇട്ടു. അതായത് ഈ സ്പ്രൈറ്റിന് 2 ടൈപ്പിലുള്ള ഇമേജസ് അവിടെ ഉണ്ട്. അത് 2 ഒന്നിച്ച് വരുമ്പോഴത്തേക്ക് അത് ഒരു വർക്ക് ചെയ്യുന്ന ഒരു എഫക്റ്റ് വരും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അടുത്ത 10 സ്റ്റെപ്പ് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ കോസ്റ്റ്യൂം, അതായത് സ്പ്രൈറ്റിൻ്റെ പൊസിഷൻ സ്വിച്ച് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് കോസ്റ്റ്യൂം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് എടുക്കുമ്പോൾ മനസ്സിലാവും. അതൊരു നടക്കുന്ന രീതിയിലുള്ള ഒരു എഫക്റ്റ് അതിന് വരും. ഇത് നമ്മൾ ഇങ്ങനെ തന്നെ കൊടുത്താൽ അതൊരു പ്രാവശ്യമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് നടക്കുന്ന എഫക്റ്റ് ഫീൽ ചെയ്യില്ല. നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റ് 10 ടൈംസ് കൊടുക്കും. അപ്പോൾ നോക്കൂ, നിങ്ങൾക്ക് ഔട്ട്പുട്ട് അവിടെ കാണാവുന്നതാണ്. കുറച്ച് നടന്ന് അങ്ങോട്ട് പോയ പോലെ ഈ ക്യാരക്ടർ അങ്ങനെ ചെയ്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ വീണ്ടും ഒരു റിപ്പീറ്റ് 10 അവിടെ കൊടുത്തിട്ട് മൂവ് 10 സ്റ്റെപ്സ് ബാക്ക്വേർഡ് എന്ന് കൊടുക്കണം. 10 സ്റ്റെപ്സ് ബാക്ക്വേർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കൊടുക്കുന്ന -10 ആയിരിക്കണം. ഇങ്ങനെ ചെയ്താൽ ഇത് മുന്നിലോട്ട് 10 സ്റ്റെപ്പ് പോയിട്ട് പിന്നിലോട്ട് 10 സ്റ്റെപ്പ് വരും. നെക്സ്റ്റ് ഞാൻ ലുക്സ് എന്നുള്ള കാറ്റഗറിയിൽ നിന്ന് സേ ഹലോ ഫോർ 2 seconds എന്നുള്ള ഒരു ബ്ലോക്ക് എടുക്കുന്നു. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സ്പ്രൈറ്റ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഹെലോന്ന് നമ്മൾ ആ ക്ലൗഡിൽ വിസിബിൾ ആവുന്ന രീതിക്ക്, അതായത് നമ്മളിപ്പോൾ കോൺവെർസേഷനൊക്കെയുള്ള സ്റ്റോറീസൊക്കെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് തമ്മിൽ സംസാരിക്കുക നമ്മൾ കാണാറില്ലേ, അതുപോലെ ലുക്സ് വൈസ് എന്നുള്ള ഈ ബ്ലോക്ക് കൊടുത്താൽ നമുക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. ഇത് വൺ ഓഫ് ദ ഈസിയസ്റ്റ്, ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു കോഡിംഗ് ആണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇതുപോലെ ഒരുപാടെണ്ണം നിങ്ങൾക്ക് അനിമേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെ കോഡിംഗ് ചെയ്യാമെന്നുള്ളത് അടുത്ത വീഡിയോയിൽ ചെയ്ത് കാണിക്കുന്നതായിരിക്കും.